ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ബാക്കി വന്നിട്ടുള്ള ചോറ് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണ്. അപ്പോൾ വട എന്ന് പറയുമ്പോൾ കാണാൻ ഉഴുന്നുവട പോലെ തന്നെ ഉണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, പുറമേ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ഉൾവശം നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു വട തന്നെയാണിത്. അപ്പോൾ വൈകിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണിത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വട നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം. അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഒട്ടും സമയം കളയാതെ നമുക്ക് വട ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അളവിലാണ് ചോറ് എടുത്തിരിക്കുന്നത്. ഇത് ഉച്ചക്കലത്തെ ബാക്കി വന്നിട്ടുള്ള ചോറാണ്. അപ്പോൾ വൈകിട്ട് സ്നാക്കായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഇനി ഈ ചോറ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. ഞാൻ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കുഞ്ഞു ജാർ എടുത്തത്. ഇട്ട് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കൂടുതലായി പോയി, എന്നാലും കുഴപ്പമില്ല, അതിൽ തന്നെ അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടുകയാണ്. നമ്മൾ ഈ ഒരു ചോറ് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ട് അരയ്ക്കരുത്. വെള്ളം ഒഴിക്കാണ്ട് തന്നെ അരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ചോറായതുകൊണ്ട് നല്ല സ്റ്റിക്കി ആയിരിക്കും. വെള്ളം കൂടെ വരുമ്പോൾ വല്ലാണ്ട് കുഴഞ്ഞു പോകും. ഞാൻ പുളിക്കായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, നിർബന്ധമില്ല. തൈര് ഒഴിക്കുമ്പോൾ ഒരു ഇച്ചിരിയും കൂടെ ഒന്ന് ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ. ഇനി നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ തന്നെ ഒട്ടും കട്ടകളില്ലാണ്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നമ്മുടെ ചോറ് മുഴുവനും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വലിയൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ പേസ്റ്റ് ഞാൻ മുഴുവനായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ഇച്ചിരി കട്ടിയിലാണ്, എന്നാൽ നല്ലൊരു സ്റ്റിക്കി പരുവത്തിലുമാണ് ഇരിക്കുന്നത്. പക്ഷേ വെള്ളം ഒഴിച്ച് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും മാവ് മാതിരി ഇരിക്കും. അപ്പോൾ നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് കുറേ ബുദ്ധിമുട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് അളവിൽ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അതായത് 4 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർക്കുന്നുണ്ട്. റവ ചേർക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും നമ്മുടെ ഒരു വടയ്ക്ക്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് സവോളയാണ്. അപ്പോൾ ചെറിയൊരു സവോള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. വലുതാണെങ്കിൽ ഒരു മുറി എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് എരിവിനായിട്ട് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ തന്നെ ചെയ്യാം. ഇനി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലൊന്ന് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിനകത്ത് വെളുത്തുള്ളി ഇടാറില്ല, ഇഞ്ചി മാത്രമേ ചേർക്കാറുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ജീരകമാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ നമുക്ക് ഈ ഒരു കൂട്ടിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈവച്ച് തന്നെ നല്ല രീതിക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് കുഴയ്ക്കുമ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ചോറിൻ്റെ നനവിൽ തന്നെയാണ് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴയ്ക്കുന്ന സമയത്ത് എങ്ങാനും കുറച്ച് ഭയങ്കരമായിട്ട് സ്റ്റിക്കി ആയിന്ന് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂണോ മറ്റ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചോറിൽ വെള്ളമാക്കിയിട്ട് അരയ്ക്കേണ്ട എന്നുള്ളത്. അതുപോലെ തന്നെ നല്ലോണം വെന്തുടഞ്ഞ ചോറാണെങ്കിലും കുറച്ചുകൂടെ ഒന്ന് സ്റ്റിക്കി ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു കൂട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ റവ ചേർത്തുകൊണ്ട് റവയൊന്ന് നന്നായിട്ട് സോക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് മാറ്റി വയ്ക്കുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് ഈ വടക്കുള്ള ചട്നി തയ്യാറാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 അല്ലി ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനായിട്ട് പച്ചമുളക്, ഞാനിപ്പോൾ ഒരു പച്ചമുളക് എടുത്തിരിക്കുന്നത്, അത്യാവശ്യം എരിവുള്ള മുളകാണിത്. ഇനി ഇതിൻ്റെ കൂടെ ഈ ഒരു ചട്നിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, നമുക്ക് വട മുക്കി കഴിക്കാനായതുകൊണ്ട് തന്നെ ഇത്തിരി കട്ടിക്കുള്ള ചട്നിയാണ് നല്ലത്. അപ്പോൾ ഇത് നമ്മുടെ തേങ്ങയരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു തേങ്ങ ചട്നി ഉണ്ടാക്കാൻ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. എന്നിരുന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പിയും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ തേങ്ങയരപ്പ് മുഴുവനും ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് വടക്കുള്ള ചട്നി ഇരിക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പും കൂടെ തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പം ഇതിലേക്ക് ഒരു 2 വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിനകത്ത് ഉള്ളിയും കാര്യങ്ങളൊന്നും ചേർക്കേണ്ട, ഇത്ര മാത്രം മതി. ഇനി ഈ ചൂടായിരിക്കുന്ന ഈ ഒരു എണ്ണ ഇതേപടി തന്നെ നമുക്ക് ഈ ഒരു ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തേങ്ങ ചട്നി ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ടാവും. ആ ഒരു റവയൊക്കെ തന്നെ നന്നായി സോക്കായി കിട്ടിയിട്ടുണ്ടാവും.
ഇനി ഷേപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ഒരു പാനിലേക്ക് നമ്മൾ ഈ ഒരു വട ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വട ഷേപ്പ് ചെയ്യാം. അതിനായിട്ട് ആദ്യം കൈയൊന്ന് നനച്ചെടുക്കുക. കാരണം ചോറ് വെച്ചിട്ടുള്ളതായതുകൊണ്ട് നമ്മുടെ മാവ് നല്ല സ്റ്റിക്കി ആയിരിക്കും. അപ്പോൾ കൈ നനച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് എടുത്ത് നമ്മുടെ കൈപ്പത്തിയിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം വിരൽ വെച്ചിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഉഴുന്നുവടയുടെ അതേ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെ ഷേപ്പ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഷേപ്പ് ചെയ്തതിന് ശേഷം നല്ല ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇത് നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ട, ഫ്രൈ ചെയ്യാൻ പോകുമ്പോൾ ഷേപ്പ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ എണ്ണ നല്ല ചൂടായതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇട്ട് കൊടുക്കുമ്പം നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്കും വെക്കണം, അതും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വട ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അരിയാണല്ലോ, അപ്പോൾ എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ മാതിരി ഹൈയിലേക്ക് വെച്ച് ചൂടായതിന് ശേഷം മീഡിയത്തിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ വട ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി അതുപോലെ നമ്മൾ വട ഇട്ടതും തിരിച്ചു കൊടുക്കരുത്. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ഒന്ന് മുരിഞ്ഞ് തുടങ്ങുമ്പോൾ മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വട പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആവാൻ നിൽക്കരുത്. അങ്ങനെ ആകുമ്പോൾ കുറച്ചൊന്ന് ഹാർഡായി പോകും. അപ്പോൾ ഇതുപോലെ ഒരു ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ആയി തുടങ്ങിയാൽ മതി. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം. നല്ല ടേസ്റ്റിയുള്ളൊരു വടയാണ്. കാണുമ്പോൾ ശരിക്കും ആ ഒരു ഉഴുന്നുവടയുടെ ലുക്ക് തന്നെയാണുള്ളത്. മണവും ഒക്കെ തന്നെ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2 കപ്പ് ചോറാണല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് 10 വടയാണ് എനിക്കിപ്പോൾ ഇതേ ഒരു വലിപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ചോറ് വെച്ചിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വട കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഒരെണ്ണം എടുത്ത് കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് ലുക്കാണ് അത് കാണാനായിട്ടും. ഇതാരും പറയില്ല മറ്റേ ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്നുള്ളത്. കാണുമ്പോൾ ശരിക്കും ആ ഒരു ഉഴുന്നുവടയുടെ അതേ ഒരു ലുക്ക് തന്നെയാണ്. അപ്പോൾ ഇനി ഉച്ചയ്ക്കൊക്കെ തന്നെ ചോറ് ബാക്കി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട, വേഗം പോയി ഈ ഒരു വട ഉണ്ടാക്കുക. നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാനാണെങ്കിലും വൈകിട്ട് മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാനാണെങ്കിലും ഒക്കെ തന്നെ നല്ലൊരു റെസിപ്പിയാണിത്. അതുപോലെ തന്നെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും അടിപൊളിയാണ്. നമുക്ക് രാത്രിയൊക്കെ തന്നെ ചോറ് കഴിക്കുന്നവരുണ്ടെങ്കിൽ ചോറ് ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് രാവിലെ എണീറ്റ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ചട്നിയും കൂടി ഉള്ളതുകൊണ്ട് സുഖമായിട്ട് കഴിക്കുകയും ചെയ്യാം. ഇത് കണ്ടില്ലേ, ഉൾവശമൊക്കെ നല്ല സോഫ്റ്റാണ്, പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഞാനിപ്പോൾ ഒരുപാട് എരിവൊന്നും ഇട്ടിട്ടില്ല, ആകെ 2 പച്ചമുളകേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു ലൈറ്റായിട്ടുള്ള എരിവ് മാത്രമേ ഉള്ളൂ. കൂടുതൽ എരിവ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചേർക്കാം. പിന്നെ ഇതിനകത്ത് മുളക് പൊടി ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ മുളക് പൊടി ചേർക്കണം എന്നുള്ളവർക്ക് മുളക് പൊടിയും ചേർക്കാം. അപ്പോൾ കളറ് ആ ഒരു കുറച്ചൊരു ഓറഞ്ചിഷ് കളറായി കിട്ടിക്കോളും. അപ്പോൾ എല്ലാവർക്കും ചോറ് വെച്ചിട്ടുള്ള ഈ ഒരു വടയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുകയും കൂടെ വേണേ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.